ലവ് ജിഹാദ് എന്ന ഒരു ക്യാമ്പയിൻ എനിക്ക് തോന്നുന്നൊരു 1.5 പതിറ്റാണ്ടിലധികമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ ഹിന്ദു സമുദായത്തിലെ യുവതികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഇതര സമുദായത്തിലെ യുവതികളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു എന്ന സെനാരിയോയെ വിശദീകരിക്കാനാണ് അത് ഉപയോഗിച്ചത്. അതിന് കൗണ്ടറായിട്ട് ലവ് കുരുക്ഷേത്ര എന്ന് പറയുന്ന സംഗതിയും നമ്മൾ കേട്ടു. ഇപ്പോൾ സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു, ഇപ്പോൾ രണ്ടാമത്തെ നേതാവും പറയുന്നു, കൃത്യമായ അജണ്ടയോടുകൂടി മുസ്ലിം സമുദായത്തിൽ നിന്ന് യുവതികളെ റാഞ്ചിക്കൊണ്ടു പോകാനുള്ള ഒരു പദ്ധതി DYFI തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊരു പുതിയ പേര് വേണം. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പേര് പോരാ, പുതിയ പേരുകൾ ക്ഷണിക്കുന്നു. ശ്രീ അഭിലാഷ്, അതിന് പറ്റിയൊരു പേര് ലവ് ലാൽ സലാം എന്നാണ്. അപ്പൊ ലവും ഉണ്ട്, ലാലും ഉണ്ട്, മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇഷ്ടപ്പെട്ട സലാമും ഉണ്ട്. അപ്പൊ ലവ് ലാൽ സലാം എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം. നീ സീരിയസ് ആയിട്ട് പറയുന്ന 2 പോയിന്റ്സ്. ഒന്ന്, ശ്രീ നാസർ ഫൈസി കൂടത്തായി ഞാൻ വളരെ ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതരിൽ ഒന്നാണ്. മുസ്ലിം സമൂഹം മാത്രമല്ല, കേരളത്തിലെ ബഹുസ്വര എല്ലാ സമൂഹങ്ങളും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞതിന്റെ പോസിറ്റീവ് വശങ്ങളെ എടുത്തു പറഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്കും സഹാക്കൾക്കും മുസ്ലിം സമൂഹത്തോടൊരു രക്ഷകർത്തൃത്വ മനോഭാവമുണ്ട്, ഒരു പേരന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുന്നത്, ഞാൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രപിതാവല്ല. അപ്പൊ അദ്ദേഹത്തോട് വളരെ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബാപ്പു അങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്ന റീസൺ, ഞാൻ രാഷ്ട്രപിതാവെന്ന് പറഞ്ഞാൽ അത് അവർക്ക് മേളിൽ ഒരു അധീശത്വം സ്ഥാപിക്കുന്നത് പോലെയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചേട്ടനായി കാണാവുന്നു. അപ്പൊ അവിടുത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നത്, നമ്മുടെ സംസ്കാരത്തിൽ ചേട്ടൻ അച്ഛന് തുല്യമാണ്, അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രാഷ്ട്രപിതാവാണെന്നാണ്. അപ്പോൾ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് അനാവശ്യമായൊരു രക്ഷകർത്തൃത്വ സമീപനം മുസ്ലിം സമൂഹത്തോടുണ്ട്. അത് ശരിയല്ല, അത് കണ്ടസെൻഡിങ് ആണ്, അല്ലെങ്കിൽ അത് താഴ്ന്നതായി കാണുന്നതാണ്. ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ള പോസിറ്റീവ് പോയിന്റ് ആണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഇപ്പോ സമുദായവും സംഘടനയും തമ്മിലുള്ള പ്രശ്നമൊന്നും അല്ലല്ലോ. 2 വ്യക്തികൾ, അവർ 2 സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, 2 പേര് ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അവരുടെ സംഘടനയും പ്രസ്ഥാനവും അതിൽ ബാധകമാണ്. കല്യാണം കഴിക്കുന്നു, അത് തട്ടിക്കൊണ്ടുപോലും നേരത്തെ പറഞ്ഞ പോലെ ജിഹാദും കുരുക്ഷേത്രയും ലാൽ സലാമും ഒക്കെ ആവുന്നിടത്താണ് പ്രശ്നം. അതെ അതെ, അല്ല ശ്രീ അഭിലാഷിന് അറിയാലോ, ഞാൻ മിശ്ര വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ്. ഞാൻ മറ്റൊരു ജാതി ഹിന്ദു സമൂഹത്തിൽ നിന്ന് കഴിച്ച വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിലൊന്ന് സലീൽ ഹുസൈനാണ്. നീലിമ നമ്പൂതിരി എന്ന പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. 2 പേരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. നമ്മുടെ ഷാറൂഖ് ഖാനും ഗൗരിയും കല്യാണം കഴിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയ സിനിമ കാഞ്ചനയും മൊയ്തീനും തമ്മിലാണ്. അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രണയ സിനിമ നമ്മുടെ തട്ടത്തിൻ മറയത്താണ്. അതിൽ പയ്യൻ നായരാണ്, പെൺകുട്ടി മുസ്ലിമാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വ്യത്യസ്തതകൾ എന്നും ഉണ്ടാകും. അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ പക്ഷെ ഒരു മതപണ്ഡിതന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും. പലപ്പോഴും സമുദായത്തിന് ഉള്ളിൽ പ്രവർത്തിക്കണമെന്ന്, സമുദായത്തിനുള്ളിൽ വേണം, നമുക്കതിന് വേണമെങ്കിൽ മെന്ററിങ് കൊടുക്കാം, ഓറിയന്റേഷൻ കൊടുക്കാം. പക്ഷെ നമ്മളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാകാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയണമെന്നാണ് എനിക്ക് ശ്രീ നാസർ ഫൈസി കൂടത്തായി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. 2, അങ്ങേക്ക് അറിയാവുന്ന പോലെ ഞാനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. പക്ഷേ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരും DYFIക്കാരും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിന്റെ മകൾ ശ്രീ വീണയെ അദ്ദേഹവും വൈഫ് കമലയും ശ്രീ റിയാസിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവർ വളരെ നല്ല ഹാപ്പിയായി ജീവിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കഴിയുന്നത്ര, ഞാനൊക്കെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്പർദ്ധ ഉണ്ടാക്കാത്ത രീതിയിൽ, എതിരില്ലാത്ത രീതിയിൽ പറയണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കുട്ടികൾക്ക് മാരിറ്റൽ എഡ്യൂക്കേഷൻ വേണം, ഫാമിലി എഡ്യൂക്കേഷൻ വേണം, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ വിഭാഗീയത ഉണ്ടാക്കാത്ത രീതിയിൽ, അതും ശ്രീ നാസർ ഫൈസി കൂടത്തയെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ പുനർചിന്തിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന. ശരി.